കേരള ഹൈക്കോടതിയുടെ അതീവ പ്രധാനമായ വലിയ നിരീക്ഷണങ്ങളാണ് ശബരിമലയിൽ വന്നിരിക്കുന്നത്. അടച്ചിട്ട മുറിയിലാണ് അത് ഇന്നലെ വാദം കേൾക്കുകയത്. സാധാരണ ഈ ബലാത്സംഗം, അതുപോലെ തന്നെ സ്ത്രീ പീഡനം, പോക്സോ കേസുകൾ, ഇങ്ങനെ വളരെ മറ്റുള്ളവർ കേട്ടുകൂടാത്ത കാര്യങ്ങൾ, അതായത് പൊതുസമൂഹം കേട്ട് ഒരു പ്രതിയോ വാദിയോ ആയിട്ടുള്ള ആളുകളുടെ മറ്റ് സ്വകാര്യ ജീവിതമൊക്കെ സമൂഹം അറിയാതിരിക്കാൻ വേണ്ടി അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. പക്ഷേ ശബരിമലയുടെ വിഷയത്തിലും കോടതി വളരെ കോഷ്യസ് ആണ് എന്നുള്ളതാണ്. അടച്ചിട്ട മുറിയിലാണ് ഈ വാദം കേൾക്കുന്നത്. അത് മാത്രമല്ല, സ്വമേധയാ മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു കേസ് കൂടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടാണ് ഹൈക്കോടതി ഇതിനകത്ത് പോകുന്നത്. ഹൈക്കോടതിയിൽ കിട്ടിയിരിക്കുന്ന SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചെറിയ, നെത്തോലി എന്ന് പറഞ്ഞാലും പോലെ അതിലും ചെറിയ കൊഞ്ചുപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ വളരെ ഈ തോരനൊക്കെ വയ്ക്കാൻ പറ്റുന്ന വളരെ ചെറിയ സൂക്ഷ്മാർത്ഥത്തിലുള്ള മത്സ്യങ്ങളുണ്ട്, കൊഞ്ചുപ്പൊടി എന്നൊക്കെ പറയുന്ന അത്ര ചെറിയ മീനാണ് വലിപ്പം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. വൻ സ്രാവുകളാണുള്ളത്. അതിനകത്തിപ്പോൾ PS പ്രശാന്തും, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തൻ പ്രതി ചേർക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്. കാരണം 2019 മുതൽ ഒരു ഷെയ്ഡി ക്യാരക്ടറായിട്ട് നിന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് 2025-ലും ഇതൊക്കെ പൂശാനും അതുപോലത്തെ കാര്യങ്ങളുള്ള സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ളത് വളരെ നിഗൂഢമാണ്. കാരണം 2019 മുതൽ അവിടുത്തെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നീറിപ്പുകഞ്ഞ് കിടക്കുകയും പ്രശാന്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം അദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം നല്ല പ്രസിഡന്റ് അല്ല. കാരണം താൻ ചെന്ന ഒരു സ്ഥലത്തിരുന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് തനിക്ക് മുമ്പേ നടന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ മോശമാണ്. മാത്രമല്ല, ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ കുറിച്ചും നല്ല ക്യാരക്ടേഴ്സിനെ കുറിച്ചും നല്ല ഉദ്യോഗസ്ഥരെ കുറിച്ചും മോശം ഉദ്യോഗസ്ഥരെ കുറിച്ചും നല്ല പോറ്റിയെക്കുറിച്ചും മോശം പോറ്റിയെക്കുറിച്ചും എല്ലാ നന്മയും തിന്മയും ഒന്ന് വിലയിരുത്തുക എന്ന് പറയുന്നത് ഒരു പുതിയ സ്ഥാനത്തെത്തുന്ന ഒരാളിൻ്റെ ജോലിയും കൂടിയാണ്. അപ്പോൾ അതൊന്നും പ്രശാന്ത് ചെയ്തില്ലയോ? അതോ പ്രശാന്ത് ആരുടെ ബിനാമിയാണ് പ്രശാന്ത്? അതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ അല്ല ഇപ്പോൾ ബിനാമി. ഉണ്ണികൃഷ്ണൻ ഒരു ടൂൾ മാത്രമാണ്. ബിനാമികൾ വേറെയാണ്, വലിയ കഥകളാണ്. ഇതിനകത്ത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തിട്ട് തിരിച്ചുവിട്ടു. ഇങ്ങനെ ഒത്തിരി പിന്നെ കൽപേഷിൻ്റെ കാര്യം പറയുന്നു, ഒരു നാഗേഷിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെ ശബരിമലയുടെ കേസ് വളരെ വ്യത്യസ്തമായ മാനങ്ങളിലേക്ക് പോവുകയാണ്. 8-10 കാരണങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളതായി കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളും കട്ടളകളുമൊക്കെ എങ്ങനെയാണ് 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്? ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഏത് മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ 2019 ജൂൺ 29-ന് ദേവസ്വം കമ്മീഷണർക്ക് വേണ്ടി ഡെപ്യൂട്ടി കമ്മീഷണർ ഫിനാൻസ് ഇൻസ്പെക്ഷൻ പാളികകൾ പോറ്റി കൈമാറാൻ അനുമതി തേടിയപ്പോൾ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയത് എന്തിന്? അത് സ്വർണ്ണപ്പാളികൾ, വിജയമല്യ കൊടുത്ത സ്വർണ്ണപ്പാളികൾ എവിടെ വെച്ചാണ് ചെമ്പ് പാളികളായത്? അത് എഴുതിയ ഉദ്യോഗസ്ഥൻ, അത് കണ്ട ഫയൽ തയ്യാറാക്കിയ ആള്, അത് DTP എടുത്ത ആള്, അതിൻ്റെ എല്ലാവരും അതിനകത്ത് ബാധ്യസ്ഥർ. കാരണം ഒരു ഫയൽ, ഒരു കത്ത് കൊടുക്കുമ്പോൾ ഒരാൾ ചുമ്മാ കൈകൊണ്ടൊരു കത്ത് കൊടുത്ത് രഹസ്യമായി കൊടുക്കുകയല്ലോ, അത് ഫയലിൽ കിടക്കും. അപ്പോൾ ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥർ അത് കണ്ടിരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ടവർ അവരാരും ഇത് ചെമ്പല്ല സ്വർണമാണ് എന്ന് പറയാതെ മിണ്ടാതിരുന്നപ്പോൾ ഈ ഗൂഢാലോചനയിൽ അവരുടെ എല്ലാം, അത് പിയൂണ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള ആ ഉദ്യോഗസ്ഥ ശൃംഖലയുടെ പങ്കെന്താണ്? വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ നിറം മങ്ങിട്ടില്ലാത്ത പീഠങ്ങളും പിന്നാലെ കൊടുത്തയച്ചു. നിറം മങ്ങിയതും കൊടുത്തയച്ചു, മങ്ങാത്തതും കൊടുത്തയച്ചു. 21-ൽ പീഠങ്ങൾ തിരിച്ചെത്തിയപ്പോൾ തിരുവാഭരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ല. എത്ര ഗുരുതരമായ കാര്യങ്ങൾ! കൊടുത്തയച്ചത് തന്നെ നിഗൂഢം, തിരിച്ചു വന്നപ്പോൾ രേഖപ്പെടുത്തിയില്ല. 2024 ദ്വാരപാലകർക്കും പീഠങ്ങൾക്ക് നിറം മങ്ങിയതായി തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സ്മിത്തും വീണ്ടും വിലയിരുത്തുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഒരു നിരന്തരമായി നടത്തുന്ന 4-5 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ നിറം മങ്ങും, എടുത്തുകൊണ്ട് പോകും. ഇതൊരു കച്ചവട പരിപാടിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. 40 വർഷത്തെ വാറണ്ടിയുടെ കാര്യമൊന്നും കണക്കിലെടുക്കുന്നില്ല. 40 വർഷമാണ് വാറണ്ടി പറയുന്നത് സ്മാർട്ട് ക്രിയേഷനൊക്കെ. അതൊന്നും കണക്കിലെടുക്കാതെ 2-3 വർഷം കൂടുമ്പോൾ ഇത് പുതുക്കുന്നൊരു പരിപാടി വളരെ ഗൗരവമാണ്. തന്ത്രി മഹേഷ് മോഹനർ തിരുവാഭരണ കമ്മീഷണർക്ക് അയച്ച കത്തിൽ ദ്വാരപാലക ഇളക്കാൻ അനുവദിച്ചെങ്കിലും വാതിലിൻ്റെ ഭാഗങ്ങളും കമാനവും മറ്റ് സാന്നിധ്യത്തിൽ തന്നെ അറ്റകുറ്റപ്പണിക്കാണ് നിഷ്കർഷിച്ചത്. ദ്വാരപാല വിഗ്രഹത്തെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണമെന്ന്
തന്ത്രി പറഞ്ഞിട്ട് അതെങ്ങനെയാണ് 39 ദിവസം സ്മാർട്ട് ക്രിയേഷനിലും ഹൈദരാബാദിലും കർണാടകത്തിലെ ശ്രീറാം അയ്യപ്പ ക്ഷേത്രത്തിലുമൊക്കെ ഇതെങ്ങനെ എത്തി, ജയറാമിൻ്റെ വീട്ടിൽ എങ്ങനെ എത്തി, മുതലാളിമാരുടെ വീട്ടിൽ എങ്ങനെ എത്തി, മൂവാറ്റുപുഴയിൽ എങ്ങനെ എത്തി, വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് കോടതി അടുത്ത് ചോദിക്കുന്നത്. അതുപോലെ 2025 ഇടപാടിന് തിരുവാഭരണം കമ്മീഷണർ സന്നിധാനത്ത് വെച്ച് പരമ്പരാഗത രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തരുതെന്ന് നിലപാടെടുത്തെങ്കിലും ബോർഡ് പ്രസിഡന്റുമായി സംസാരിച്ച ശേഷം മലക്കം മറിഞ്ഞു. അപ്പോൾ ബോർഡ് പ്രസിഡന്റിൻ്റെ റോൾ എന്താണ്? PS പ്രശാന്തിൻ്റെ ഇതിനകത്തുള്ള റോൾ എന്താണ്? നിഗൂഢതയാണ്, മുഴുവൻ നിഗൂഢതയാണ്. സ്ട്രോങ് റൂമിനെ പഴയ ശില്പങ്ങളും കൈമാറിയാൽ ചിലവ് കുറയ്ക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നു. ഈ പോറ്റിക്ക് എന്ത് കാര്യമാണ് ഇതിനകത്ത് കത്തയക്കാൻ? അപ്പോൾ ഇതൊരു വളരെ ഗുരുതരമായ ഒരു നിഗൂഢമായ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 19 സ്വർണ്ണമോഷണം മറയ്ക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായോ എന്നും കോടതി ആരായുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം പാളികൾ ഇളക്കിക്കൊണ്ട് പോയത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിനും ഇതോടെ ഉത്തരവാവുകയാണ്. അപ്പോൾ വളരെ കൃത്യമായ നാടകീയമായ രംഗങ്ങളാണ് കോടതിയും ഇതിൽ നടക്കുന്നതും. കോടതി അത് വളരെ കൃത്യമായി ഹൈക്കോടതി അത് ഇടപെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇതിനിടയിൽ അനന്തസുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തിട്ട് വെറുതെ വിട്ടു. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, SIT കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കട്ട മുതൽ എവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു, പലരുടെയും വീടുകളിൽ റെയ്ഡ് നടക്കണം. ബാങ്കുകളിൽ വെച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, ആ പണമായിട്ടുണ്ടോ, സ്വർണം പണമായിട്ടുണ്ടോ, സ്വർണമായി തന്നെ ആരുടെയെങ്കിലും വീടുകളിലുണ്ടോ, അത് ഒരു മഞ്ചാടി മുതൽ കൊടുത്തവർ കാണും. അവർ പല രീതിയിലാണല്ലോ ഇത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വലിയ ഉദ്യോഗസ്ഥർക്കും വലിയ നേതാക്കന്മാർക്കും വലിയ യമാന്മാർക്കും കൂടുതൽ കിട്ടിക്കാണും. താഴോട്ട് കുറച്ച് അയ്യപ്പൻ്റെ പൊന്നല്ലേ, ഒരു മഞ്ചാടി കിട്ടിയവരും ചിലപ്പോൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഈ മുഴുവൻ സ്വർണവും തിരിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു പണിയിലാണ് SIT ഇപ്പം നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ SIT തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള വമ്പൻ സ്രാവുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോകും എന്നാണ് കരുതുന്നത്. പോകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഹൈക്കോടതി ഇത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശശികലയെ പോലെയുള്ള ഹിന്ദു ഐക്യവേദിക്കാരും മറ്റ് സംഘപരിവാർ സംഘടനകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് അടച്ച മുറിയിൽ നടത്തുന്നതെന്ന്. ഞാൻ പറഞ്ഞ അടച്ച മുറിയിൽ തന്നെ നടക്കട്ടെ, കോടതിയിൽ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കോടതിയിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും ഒക്കെ നമുക്ക് വിശ്വസിക്കാം തൽക്കാലം. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് CBIയോടോ ഇപ്പോൾ ED ഒക്കെ വന്നിട്ടുണ്ടല്ലോ, മറ്റ് ഏജൻസികൾ വരട്ടെ. എന്തായാലും പ്രസിഡന്റ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പ്രസിഡന്റിന് BJP നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ആചാര സംരക്ഷണ സമിതിക്കാർ പരാതി കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.